ഇന്ന് രാത്രികാലം നമുക്ക് ഇത്രയും പേർക്ക് ഇവിടെ ഒന്നിച്ചു കൂടുവാൻ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം തന്നല്ലോ. സ്തോത്രം. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ആമേൻ. ഹല്ലേലൂയ. കരം ഉയർത്തുമെന്ന് പറയാമോ? ദൈവം നല്ലവൻ. ആമേൻ, ആമേൻ. ഈസ് എ ഗുഡ് ഗോഡ്. ഓ നല്ലവനല്ലോ. ദൈവത്തിൻ്റെ ദയ എന്തേക്കുമുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയയുടെ കരം നമ്മുടെ മേലുണ്ട്. നമ്മളങ്ങ് ഒന്ന് സങ്കല്പിക്കുക, തൻ്റെ വലിയ കരം നമ്മുടെ മേലിരിക്കുകയാണെന്ന് അങ്ങ് ചിന്തിക്കുക. സ്തോത്രം. ആ കരത്തിൻ്റെ കീഴിലാണ് നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിലുണ്ട്, യെശയ്യാപ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ കൈയുടെ നിഴലിൻ കീഴിൽ നിന്നെ വെച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് അനുവദിച്ച സമയത്തിനുള്ളിൽ ഒരു ദൈവത്തിൻ്റെ വചനം ഒരു ഭാഗം ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അതിനാധാരമായിട്ട് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക്. ഭയപ്പെടുത്തുന്ന ഒരു വചനമാണിത്. സ്തോത്രം. ഇതൊരു ഭയം, നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ ഭയം കൊണ്ടുവരുന്ന ഒരു വചനമാണ്. സ്തോത്രം. വായിക്കാം. 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യം. മതി 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 മതി. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, അടിയങ്ങൾ ഒരുമിച്ച് തൃപ്പാദപീഠേ വരുന്നു. മറിയ അങ്ങയുടെ പാദപീഠത്തിലിരുന്നു, നല്ല അംശം തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ വചനം കേട്ടു എന്നൊക്കെ ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. അപ്പാ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പാകെ അടിയങ്ങൾ ഇരിക്കുമ്പോൾ ആ പാദപീഠത്തിലിരുന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അടിയങ്ങളോട് സംസാരിക്കണമേ, അടിയനോട് സംസാരിക്കണമേ. അപ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വചനം കേട്ട് കർത്താവെ ധന്യരായി ഇവിടുന്ന് പോകുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് കൂടെ നിൽക്കണമേ, അങ്ങ് കൃപ നൽകണമേ. വാക്കുകൾ, ഭാഷ, ആശയങ്ങൾ ഇതെല്ലാം അങ്ങയുടെ പക്കൽ ഉണ്ടല്ലോ, അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് നാം വന്നിരിക്കുന്ന ഈ കാലയളവ് ഞാൻ മുമ്പ് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവഭയവും ഭക്തി എന്ന് പറയുന്നത് വളരെ വിശ്വാസികളുടെ ഇടയിൽ, വിശ്വാസികളെന്ന് പറയുന്ന അല്ലെങ്കിൽ പെന്തിക്കോസുകാരുടെ ഇടയിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. സ്തോത്രം. നമ്മൾ ഇത്ര വർഷമായിട്ട് ഞാൻ പെന്തിക്കോസിലാണ്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ ദൈവഭയവും ഭക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, എൻ്റെ ദൈവമേ സ്തോത്രം, അങ്ങയുടെ പാദപീഠത്തിൽ ഇരിപ്പാൻ എനിക്കൊരു യോഗ്യത തരണമേ, ഹല്ലേലൂയ എന്നുള്ള ഒരു ഭക്തിയോടും ഭയത്തോടും കൂടെ നമ്മളിൽ എത്ര പേരായിരിക്കുന്നു? നമ്മൾ നമ്മെ തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സ്തോത്രം. ഈ ഭയവും ഭക്തിയും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയ പ്രൊട്ടക്ഷനാണ്. നമുക്ക് ചുറ്റും ഒരു കാവല ദൈവഭയം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പാപത്തിൽ വീഴാതെ അവനെ തന്നെ കാക്കുന്നു ദൈവഭയത്താലാണ്. സ്തോത്രം. ദൈവഭയം അവനെ ഭരിക്കുന്നുവെങ്കിൽ അവൻ പാപം ചെയ്യുവാൻ, അവൻ പാപത്തിൻ്റെ വഴിയിൽ പോകുവാൻ അവൻ ഭയപ്പെടും. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഈ അകൃത്യം ചെയ്യും എന്ന് ജോസഫ് ചോദിച്ചതുപോലെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ഒരു കള്ളം പറയും? ഞാൻ എങ്ങനെ ഒരാളെ ചതിവ് കാണിക്കും? വാക്ക് മാറും. ഞാൻ എങ്ങനെ ഒരാളോട് വാക്ക് കൊടുത്തിട്ട് വാക്ക് മാറും? സ്തോത്രം. നാം ഭയപ്പെടും. ഈ ദൈവഭയം ഇല്ല എങ്കിൽ നമ്മളങ്ങനെ അങ്ങ് പോകും. ലോകത്തിൻ്റെ താളത്തിന് ഒത്തവണ്ണം അങ്ങനെ അങ്ങ് പോകും.
അങ്ങനെ ഒരു കാലയളവിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. സ്തോത്രം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗരാജ്യത്തിൽ ചെല്ലുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ വാക്കുകളാണിത്. നാം ആ വാക്കുകളുടെ മുമ്പിൽ നാം ഭയത്തോടെ ആയിരിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ. എങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുന്നത്? കർത്താവ് പറഞ്ഞു, ദ ഫിംഗർ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വിരലുകൊണ്ട്. അങ്ങനെയാണോ മലയാളത്തിൽ? അങ്ങനെയാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ എങ്ങനെയാണ് അപ്പോൾ ഭൂതത്തെ പുറത്താക്കാൻ നോക്കുന്നത്? അപ്പോൾ ഇവർ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവരെ കുറിച്ചല്ലേ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കി കർത്താവിൻ്റെ വേല ചെയ്ത ആൾക്കാർ, അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? എന്താ? യേശു കർത്താവ് അവരോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയും. എന്നെ വിട്ട് പോകുകയും നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഇവർക്ക് എന്താ സംഭവിച്ചത്? ഞാൻ ആ ഭാഗമാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവാത്മാവ് ഇങ്ങനെ ഹേമിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ആ ഭാഗം ഒന്ന് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടത്. എന്തുകൊണ്ടാണ്? അവർക്ക് എന്താ സംഭവിച്ചത്? ഇവർ അഭിഷേകം പ്രാപിച്ചവരല്ലേ? ആണ്, സ്നാനപ്പെട്ടവരല്ലേ? ഒരുപക്ഷെ സ്നാനപ്പെട്ടവർ തന്നെ ആയിരിക്കാം. സ്തോത്രം. പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത്? കൃപാവരങ്ങൾ പ്രാപിച്ചവരായിരിക്കാം, ഒരുപക്ഷെ രോഗശാന്തി ചെയ്തവരായിരിക്കാം. ക്യാരക്ടർ ഫോം ചെയ്തില്ല അവരുടെ ഉള്ളിൽ. സ്വഭാവത്തിന് ചേഞ്ച് വന്നില്ല. ഹല്ലേലൂയ. പണ്ടത്തെ കോപം അതുപോലെ കൊണ്ട് വാസ്തവം. ആ ഈർഷ്യയും ആ പിണക്കവും ആ വാശിയും ആ മത്സര സ്വഭാവവും ഇതിനൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. സ്തോത്രം. ഒരു ഭാഗത്ത് അന്യഭാഷ പറയുന്നുണ്ടാകാം, ഭൂതശാന്തി നടത്തുന്നുണ്ടാകാം, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം, ചർച്ചിലൊക്കെ റെഗുലറായിരിക്കാം. സ്തോത്രം. എന്നാൽ ക്യാരക്ടർ വന്നിട്ടില്ല, സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടില്ല. ഇന്ന് ആ ഭാഗമാണ് നമ്മൾ അല്പം വചനത്തിൽ നിന്ന് ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. വായിക്കാം, ഒരു വ്യക്തിയെക്കുറിച്ച് വായിക്കാം. പഴയ നിയമത്തിൽ 1 ശമൂവേൽ 10-ാം അധ്യായം 1 ശമൂവേൽ 10-ാം അധ്യായം 1 സാമുവേൽ 10. അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്പം ഒന്ന് പറയട്ടെ. ഇത് ശൗലിനെ, ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗൽ, BC 1100 കൂടി ആ സമയങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ശൗൽ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു എന്ന് വായിക്കുന്നു. സ്തോത്രം. ശൗൽ തന്നെ പറയുന്നു. അതിന് നമുക്ക് അതിൻ്റെ 9:21 വായിച്ചാട്ടെ. ശമൂവേൽ തന്നോടൊരു ദൂത് പറഞ്ഞപ്പോൾ ശൗലിൻ്റെ ആ പ്രതികരണം ശ്രദ്ധിക്കുക. എത്ര താഴ്മയോടുള്ള പ്രതികരണം. ഹല്ലേലൂയ. തൻ്റെ തുടക്കം നല്ല തുടക്കമായിരുന്നു. ശൗലിൻ്റെ തുടക്കം നല്ല തുടക്കമായിരുന്നു. താഴ്മയുള്ള മനുഷ്യനായിരുന്നു. അവൻ്റെ സ്വന്തം കണ്ണിൽ തന്നെ താഴ്മയുണ്ടെന്ന് ദൈവം പറയുന്ന സാക്ഷ്യവും ഇതിൻ്റെ താഴെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അഭിഷേകം, തൈലം തൻ്റെ മേൽ വന്നതാണ്. സ്തോത്രം. ദാവീദിനെ അഭിഷേകം ചെയ്തത് 1 ശമൂവേൽ 16-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ഒരു തൈല കൊമ്പെടുത്തുകൊണ്ട് ശമൂവേൽ ഇശായിയുടെ വീട്ടിൽ ചെന്ന് തൻ്റെ സഹോദരന്മാരുടെ മധ്യേ ദാവീദിനെ അഭിഷേകം ചെയ്തു എന്ന് വായിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതത്തിൽ അഭിഷേകം ചെയ്ത് കഴിഞ്ഞ ഉടനെ അങ്ങ് നേരെ പോയി രാജാവാകുകയല്ലായിരുന്നു. 16 വയസ്സുള്ളപ്പോഴാണ് ആ ബാലകനായിരിക്കുന്ന ദാവീദിന് അഭിഷേക തൈലം തൻ്റെ തലമേൽ വരുന്നത്. 15-16 വയസ്സേ ഉള്ളൂ.
എന്നാൽ താൻ രാജാവാകുമ്പോൾ തനിക്ക് 30 വയസ്സോളം ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. സ്തോത്രം. ഏതാണ്ട് 13 വർഷക്കാലം ഭയങ്കര ശോധനയിൽ കൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ദൈവം തന്നെ ആ ശോധനയിൽ കൂടെ കടത്തി വിട്ടു. വളരെ വേദനാജനകമായ ബൈബിളിലെ അനേക സങ്കീർത്തനങ്ങൾ ആ സമയത്ത് ദാവീദ് ചമച്ച സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമേ, എന്തുകൊണ്ടിങ്ങനെ മനുഷ്യർ ഞങ്ങളുടെ തലമേൽ കയറി ഓടുന്നു, ഞങ്ങളെ മറന്നു കളഞ്ഞോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളുമായിട്ടുള്ള സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ കഷ്ടതയുടെ പാതകൾ ആ മനുഷ്യൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കുവാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞ് സ്തോത്രം ഒരു സ്വഭാവ രൂപീകരണം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവം ചില കഷ്ടതയെ കൂടെ കടത്തിവിട്ടു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതയിൽ ദൈവം കടത്തിവിടുന്നതിൻ്റെ ഉദ്ദേശം സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയാണ്. സ്തോത്രം. അവിടെ നമ്മൾ പിറുപിറുക്കരുത്. നമ്മൾ ആ പാതയിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, അങ്ങയുടെ കൃപ എൻ്റെ മേൽ വേണമേ, ആ കൃപയില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാവതല്ലേ, സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒത്തിരി പേരെ ആ സമയത്ത് പിറുപിറുക്കും, ഇത് വേണ്ട എന്ന് പറയും. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊക്കെ യാക്കോബ പശ്ചാത്തലത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. അന്ന് ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതൊന്നും അങ്ങനെയൊന്നും ഉള്ള ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഞങ്ങൾക്കറിയത്തില്ല. ഒരിക്കൽ എൻ്റെ ഒരു അങ്കിളും ആൻറ്റിയും കൂടെ, അവർ തമിഴ്നാട്ടിൽ അവിടെ നല്ല ഉദ്യോഗസ്ഥരാണ്. അവർ വീട്ടിൽ വന്നപ്പോൾ അവർ എൻ്റെ അറിവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഈ ഇവാഞ്ചലിക്കൽ അങ്ങനെ ഒരു കൂട്ടത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു ദിവസം അവരെ ശ്രദ്ധിച്ചപ്പോൾ അവർ രണ്ടുപേരും കൂടെ, ഹസ്ബൻഡും വൈഫും കൂടെ താഴെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പം യാക്കോബ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇതെന്തോ കാണിക്കുന്നത്, ഇവരെങ്ങനെ ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഒരു വലിയ ജിജ്ഞാസയായിരുന്നു ചെറുപ്പത്തിൽ. ഹല്ലേലൂയ. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ അങ്കിളിന് ഒരു മകനും ഒരു മകളും മാത്രം, 2 മക്കളേ ഉള്ളൂ. ഒരു മകനും ഒരു മകളും. ആ മകൻ എന്നെക്കാൾ ഒരല്പം പ്രായക്കുറവാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കളിച്ച് വളർന്ന കുട്ടികളായിരുന്നു ആ സമയങ്ങളിൽ. അവർ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് അവൻ നല്ല മിടുക്കനായിരുന്നു, ഭയങ്കര ഇൻ്റലിജൻ്റായ ഒരു കുട്ടിയായിരുന്നു. അവൻ ആർമിയുടെ സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടി. അന്ന് അതൊക്കെ കിട്ടുക NDF കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. നാഷണൽ ഡിഫൻസ് അക്കാഡമി, NDA. അത് വലിയ ഒത്തിരി നല്ല ബുദ്ധി ജ്ഞാനവും അതിനുള്ള ഒക്കെ ഉള്ളവർക്കൊക്കെ അത് കിട്ടത്തുള്ളൂ. പക്ഷെ അവനത് കിട്ടി. അവന് വലിയ ഇഷ്ടമായിരുന്നു പൈലറ്റാകണമെന്ന്. ആർമിയിലെ പൈലറ്റാകുവാൻ അവന് സെലക്ഷൻ ലഭിച്ചു. അവനത്ര എല്ലാ കാര്യങ്ങൾക്കും അത്ര മിടുക്കനായിരുന്നു. ഒരു ദിവസം ഫ്ലൈറ്റ് ട്രെയിനിങ് ഹൈദരാബാദിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ പ്ലെയിൻ ക്രാഷായി. ഈ ഏക മകൻ ആ പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി. ആ മരണത്തിന് ശേഷം ആ കുടുംബമാകെ തകർന്നു പോയി. ആ അങ്കിൾ ഒരു എത്തീസ്റ്റായി മാറി. ദൈവം അങ്ങനെ ഒരാളുണ്ടോ ഇങ്ങനെ ചോദിക്കുന്ന അനുഭവത്തിലേക്കായിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ടായി. ആ സമയങ്ങളിൽ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന സമയം ഒത്തിരി വിഷമമുണ്ടായി. ഈ അങ്കിൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ഈ ആൻറ്റി അങ്കിളും ആ ദൈവ വിശ്വാസം പോലും അവർക്ക് അങ്ങ് നഷ്ടമായിപ്പോയി. ആ ഭയങ്കരമായ ഒരു പരീക്ഷ കൂടെ കടന്നുപോയി. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം.
ക്യാരക്ടർ, സ്വഭാവം ഉണ്ടെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കഴിവുകൊണ്ടൊന്നും ഇത് പറ്റുകയില്ല. നമ്മൾ ദൈവത്തോട് കേണപേക്ഷിക്കണം, കർത്താവേ കൃപ വേണം, കൃപയില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാതെ. സ്തോത്രം, കൃപ വേണം കർത്താവേ, അങ്ങനെ പാട്ടുണ്ടല്ലോ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. ഇവിടെ ശൗലിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തൻ്റെ അപ്പൻ്റെ കഴുതയെ അന്വേഷിച്ച് പോവുകയാണ്. കഴുതയെ നഷ്ടപ്പെട്ടു, കീശിൻ്റെ കഴുതയെ നഷ്ടപ്പെട്ടു. കീശിൻ്റെ കഴുതയെ അന്വേഷിച്ച് തൻ്റെ മകനെ ശൗലിനെ ഒരു ബാല്യക്കാരൻ്റെ കൂടെ കഴുതയെ അന്വേഷിച്ച് വിടുകയാണ്. സ്തോത്രം, കഴുതയെ. അപ്പോൾ അവരിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി അടുത്ത സ്ഥലങ്ങളിൽ പോയി, അടുത്ത ഡിസ്ട്രിക്റ്റിൽ പോയി, പിന്നെ വേറൊരു ഡിസ്ട്രിക്റ്റിൽ പോയി, ഇങ്ങനെ ഒത്തിരി സ്ഥലത്തൊക്കെ പോയി കഴുതയെ കിട്ടിയില്ല. അങ്ങനെയാണ് ഒരു പട്ടണത്തിലെത്തിയപ്പോൾ ആ ബാല്യക്കാരൻ പറയുകയാണ്, സ്തോത്രം, ഇവിടെ ഒരു ദൈവദാസനുണ്ട്, മാന്യനായ ഒരു വ്യക്തിയാണ്. നമുക്കൊന്ന് വായിക്കാം ആ ഭാഗം. 1 ശമൂവേൽ 9:9. ഈ പട്ടണത്തിൽ 6-ാം വാക്യമല്ലേ? ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു. എന്തൊരു സാക്ഷ്യം! അവൻ പറയുന്നതൊക്കെയും ഒത്തുവരും. ആമേൻ, എന്തൊരു സാക്ഷ്യം! ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് എത്രയും വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഒരു ദൈവദാസനുണ്ട്, ഇവിടെ ഒരു ദൈവഭക്തൻ താമസിക്കുന്നുണ്ട്, ഈ സ്ഥലത്തൊരു ദൈവഭക്തനുണ്ട്, അവൻ മാന്യനാകുന്നു. ആ മനുഷ്യൻ മാന്യനായ വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് വേണ്ടേ? ആമേൻ, ഹല്ലേലൂയ. ലോകക്കാരാ, നമ്മുടെ അയൽവക്കക്കാർ, മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ പറയണേ, അവിടെ ഒരു ദൈവഭക്തനാണ്, ആ മനുഷ്യനൊരു ദൈവഭക്തനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. സ്തോത്രം, മാന്യനാ. അങ്ങനൊരു സാക്ഷി നമുക്ക് കിട്ടിയ എത്ര നല്ലതാണ്. സ്തോത്രം. ഇവിടെ അങ്ങനെ ശമൂവേലുമായിട്ടൊരു എൻകൗണ്ടർ തനിക്ക് ലഭിക്കുകയാണ്. സ്തോത്രം. ശൗൽ ഇതൊന്നും ചിന്തിച്ചല്ല പോകുന്നത്, ആ കഴുതയെ തേടി പോകുന്ന ആളാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിൻ്റെ വഴികളായി ഇതൊക്കെ. ആമേൻ. ഈ കഴുത നഷ്ടപ്പെടാനും ഈ കഴുതയെ കാണാതെ പോകാനും ഒക്കെ ഇതിലെല്ലാം ദൈവത്തിൻ്റെ വഴിയാണ്. ദൈവം കണ്ടിരിക്കുന്നവനെ ദൈവത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരേണ്ടതിന് വേണ്ടി ദൈവം നടത്തുന്ന പാതകളാണിതൊക്കെ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ നടത്തുന്ന വഴികളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് എത്ര ഭയങ്കരമാണ്. സ്തോത്രം, എത്ര അത്ഭുതമാണ്. ആമേൻ. 139-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം 5-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, നീ മുമ്പും പിമ്പും അടച്ച് നിൻ്റെ കരം എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മുമ്പും പിമ്പും അടച്ച്, ചിലപ്പോൾ മുമ്പും പിമ്പും ഒക്കെ അടച്ചിരിക്കുമ്പോൾ നമ്മളാകെ കിടന്ന് പതറും. എന്തോ ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട് പറയണം, നമ്മളാകെ പതറും. പക്ഷേ മുകളിലൊരു കരമുണ്ട്. സ്തോത്രം, അത് വിശ്വസിക്കാം, മുകളിലൊരു കരമുണ്ട്. ആ ബാക്കി ഒന്ന് വായിച്ചാട്ടെ. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ മുമ്പ് എന്താണെന്ന് എനിക്ക് കാണുന്നില്ല, എൻ്റെ പിമ്പ് കാണുന്നില്ല, എനിക്കൊരു വഴി കാണുന്നില്ല. പക്ഷേ എനിക്കൊന്നറിയാം, ഒരു കരം എൻ്റെ മേലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ കഴുതയെ കാണാതെ പോകാനും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടന്ന് ശമൂവേലിൻ്റെ മുമ്പിൽ വരുവാനും ശമൂവേലിനെ മീറ്റ് ചെയ്യുവാനും ഒക്കെ ഇടയായത്. ഈ ഇദ്ദേഹം വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ ദൈവം ശമൂവേലിനോട് സംസാരിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, എന്ന് ദൈവം സംസാരിച്ചു, നാളെ ഈ സമയത്ത് ഞാൻ ഒരുത്തനെ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരും, അവനെ
എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം, നായകനായി അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ദൈവം നേരത്തെ തൻ്റെ ഭക്തനെ അറിയിച്ചു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയുള്ള ഭക്തന്മാർക്കായി സ്തോത്രം. ഹല്ലേലൂയ. നല്ല വെളിപ്പാട് കൊടുത്ത് ഈ മാന്യനായ ആ ദൈവദാസനെ ദൈവം അറിയിച്ചു, തലേ ദിവസമേ അറിയിച്ചു, നാളെ ഈ സമയത്ത് ഒരുത്തനെ ഇവിടെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. ആമേൻ. സ്തോത്രം. ഇനി അപ്പം നമ്മൾ വായിച്ച ഭാഗം വരാം. 10-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. 10-ന്റെ 1. ആമേൻ. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട്, നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് പറയട്ടെ. അതിൻ്റെ താഴെ പിന്നെ കാണുന്നത് ഒരു 3 അടയാളങ്ങൾ പറയുകയാണ്, പ്രവചനങ്ങൾ പറയുകയാണ്. അത് അന്നേ ദിവസം അതുപോലെ സംഭവിച്ചു. നീ ഇന്നടുത്ത് പോകുമ്പോൾ 2 ആളെ കാണും, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 3 പേരെ കാണും. അവരുടെ കയ്യിൽ അപ്പമുണ്ട്, ആട്ടിൻകുട്ടിയുണ്ട്. നീ അത് അവർ അപ്പം തരും, 2 അപ്പം നിനക്ക് തരും, നീ അത് വാങ്ങിച്ചോണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ചാട്ടെ. 5. ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്, സ്തോത്രം, ഇവിടെ ഒരു ആരാധന നടക്കുന്ന ഒരു പ്രവാചക ഗണം ആരാധന നടന്നത്. ഇവിടെ തപ്പ്, വീണ, ഇങ്ങനെ കുഴൽ, കിന്നരം എന്നിവയോട് കൂടി പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെയാണ്. അവരൊരു ആരാധന നടത്തുന്ന ഒരു കൂട്ടം. സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെന്തിക്കോസ്തുകാരുടെ ഒരു കൂട്ടം. ആമേൻ. ആരാധനയുള്ള പെന്തിക്കോസ്തുകാരുടെ കൂട്ടം, അങ്ങനെയോടെ ഞാൻ അങ്ങ് പറയട്ടെ. സ്തോത്രം. നമ്മുടെ ചർച്ച് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇവിടെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് പറയുന്നു. സ്തോത്രം. എന്നാൽ അവിടെ തന്നെ എവിടെ ആരാധനയുണ്ടോ അവിടെ തന്നെ ഫെലിസ്തീയരുടെ പട്ടാളവും അവിടെ ക്യാമ്പ് അടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെയാ പിശാച് കൊണ്ട് ക്യാമ്പ് അടിച്ചിരിക്കുന്നത്. സ്തോത്രം. ഫെലിസ്തീയ പട്ടാളം. ഹല്ലേലൂയ. അവരും അവിടെയുണ്ട്. സ്തോത്രം. വായിച്ചാട്ടെ. നീ ആ കൂട്ടായ്മയിൽ വരുമ്പോൾ, അവരുമായി ഒരു ഫെലോഷിപ്പിലേക്ക് വരുമ്പോൾ, ശൗലിനോട് പറയുകയാണ്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരും. നീയും അവരോടുകൂടെ പ്രവചിക്കും. ആൾ മാറിയതുപോലെ ആയിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഇന്ന്? സ്തോത്ര. അഭിഷേകത്തിൻ്റെ ശക്തി ആൾ മാറിയതുപോലെ ആയി മാറി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തൊരു ശ്രേഷ്ഠകരമായ അഭിഷേകമാണ്. സ്തോത്രം. ഇനി അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചോട്ടെ. അവർ അവിടെ ഈ ഗിരിയിങ്കൽ എത്തിയപ്പോൾ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ശൗലിൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ദൈവത്തിൻ്റെ ആത്മാ ശക്തിയോട് ഈ മനുഷ്യൻ്റെ മേൽ വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യനെക്കുറിച്ച് താഴോട്ട് വായിക്കുമ്പോൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കാം. പെട്ടെന്ന് എടുത്താട്ടെ. 15-ാം അധ്യായം. അവിടെ സ്തോത്രം, അവിടെ ദൈവം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അതായത് ശൗലിനെ കുറിച്ച് പറയുന്നത്, ഞാൻ അവനെ ഓർത്ത് അനുതപിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നില്ലേ? മനസ്താപമായിരിക്കുന്നു, അവനെന്നെ വിട്ടുമാറിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ശൗലിന് എന്താ സംഭവിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ശൗലിനോട് പറഞ്ഞിരുന്നു, നീ 7 ദിവസം അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് ശമൂവേൽ പറഞ്ഞിരുന്നു. ഞാൻ വന്നിട്ട് അവിടെ യാഗം കഴിക്കാം. സ്തോത്രം.
ശൗലിന് വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ത് സംഭവിച്ചു? ശൗൽ തനിക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്തോ അഹങ്കാരം കൊണ്ടാണോ എന്തോ തൻ്റെ ഉള്ളിൽ ഞാൻ രാജാവാണ്, ഞാൻ അഭിഷിക്തനാണ് എന്നുള്ള ആ ദൈവഭയം കുറഞ്ഞുപോയി എന്ന് വേണം പറയുവാൻ. സ്തോത്രം. തന്നെത്താൻ യാഗം കഴിക്കുവാൻ മുതിരുകയാണ്. സ്തോത്രം. ശമൂവേൽ വന്നപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ ഈ കേൾക്കുന്നത് എന്തുവാ? ആടുകളുടെ മുറയും ഇതൊക്കെ കേൾക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. ശൗലിന് തെറ്റുപറ്റിപ്പോയി. അവിടെ എഴുതിയിരിക്കുന്നു, യു ഹാവ് ഡൺ ഫൂളിഷ്ലി, നീ മടയത്തരമാണ് ചെയ്തത്. സ്തോത്രം. ഫൂളിഷ്നെസ്. ആ 15-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവിടെ 1 ശമൂവേൽ 15 അവിടെ എഴുതിയിരിക്കുന്നു, മത്സരം ആഭിചാരം പോലെയും ശാഠ്യം. ശൗലിൻ്റെ പാപത്തെക്കുറിച്ച് എഴുതി അവിടെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. മത്സരം. താൻ അഭിഷക്തനായിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം തൻ്റെ മേൽ ശക്തിയോടെ ആത്മാവ് വന്ന വ്യക്തിയാണ്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണ്, പ്രവചിക്കുന്ന വ്യക്തിയാണ്, പ്രവചനവരം കിട്ടിയ വ്യക്തിയാണ്. പക്ഷേ മത്സര സ്വഭാവത്തിൽ തനിക്കൊരു മാനസാന്തരം ഉണ്ടാകുവാൻ കഴിഞ്ഞില്ല. ശാഠ്യത്തിൽ. ഹല്ലേലൂയ. ശാഠ്യം. ഞാൻ പറഞ്ഞതാണ് ശരി. ആമേൻ. ഞാൻ എന്നുള്ള ഭാവം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. പിന്നെ നാം കാണുന്നു, പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ പിന്നെ ഈ ശൗലിനെ കുറിച്ച് വായിക്കുന്നത് ഒരു സാത്താൻ, ഒരു ഡെമോണിക് സ്പിരിറ്റ്, ഒരു അശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരും, ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അത് വന്നു കഴിയുമ്പോൾ ഒരു ബോധവുമില്ല, എന്താ ചെയ്യുന്നതെന്നൊരു ബോധവുമില്ല. കാണുന്നവരെ ചിലപ്പോൾ കുന്തം കൊണ്ടങ്ങ് കുത്തിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്നായിരിക്കും മൂഡ് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ശൗലിന് എന്താ പറ്റിയത്? ശൗലിന് അഭിഷേകം ലഭിച്ചതല്ലേ, കൃപ ലഭിച്ചതല്ലേ, കൃപാവരങ്ങൾ പ്രാപിച്ചതല്ലേ? എന്താ സംഭവിച്ചത്? തൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയില്ല. യഥാർത്ഥ മാനസാന്തരം തനിക്കുണ്ടായില്ല. ഒരു ചേഞ്ച് തൻ്റെ ജീവിതത്തിനുണ്ടായില്ല. അവൻ്റെ തുടക്കം എത്ര നല്ലായിരുന്നു. ദൈവം ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ ഹൃദയം കൊടുത്തുമാണ് ദൈവം വിട്ടത്. പക്ഷേ അതിനെ കാത്തുകൊള്ളുവാൻ തനിക്ക് കഴിഞ്ഞില്ല. പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെയും ജീവിതത്തിൽ ഒരു പഴയ മനുഷ്യനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രുക്കൾ, ലോകം, ജഡം, പിശാച്, ഇത് മൂന്നുമുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ലോകം, ജഡം, പിശാച്. ആമേൻ. ഈ മൂന്നിനെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ക്രിസ്തീയ ജീവിതം, നമ്മുടെ ഈ ഓട്ടം ഓടി തികയ്ക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഈ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, അതിനെ മരിപ്പിക്കുക തന്നെ വേണം. അതിനാണ് ക്രൂശ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു? കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, പാദപീഠത്തിങ്കിലേക്ക് ഞങ്ങൾ വീണ്ടും അടുത്തു വരുന്നു. അപ്പാ, അങ്ങയുടെ വചനമാണ് അടിയങ്ങളിവിടെ ചിന്തിച്ചത്. അപ്പാ, എത്രയോ ശ്രേഷ്ഠമായ അഭിഷേകം ലഭിച്ച ഒരു ഭക്തനെക്കുറിച്ച് ഞങ്ങൾ വായിച്ചു. പക്ഷേ തൻ്റെ ആരംഭം എത്ര നല്ലതായിരുന്നുവെങ്കിലും, അത്ര ശ്രേഷ്ഠമായിരുന്നുവെങ്കിലും, തൻ്റെ അന്ത്യം ഭയങ്കരമായ അവസ്ഥയിലേക്ക് മാറിപ്പോയി എന്ന് ഞങ്ങൾ കാണുന്നു. പിതാവേ, ദുഷ്ടപിശാചൊടുക്കം ആ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറി പ്രവർത്തിക്കുവാനിടയായി, തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുവാനിടയായി എന്ന് ഞങ്ങൾ കാണുന്നു. പിതാവേ, ഞങ്ങളുടെ ക്രിസ്തീയ ഓട്ടം എത്ര ഭയത്തോടും വിറയലോടും കൂടി ഓടുവാൻ അപ്പാ ഞങ്ങൾക്ക് കൃപ തരണമേ. ആ ദൈവ ഭയത്തിലും ഭക്തിയിലും ഞങ്ങളെ സൂക്ഷിക്കണമേ അപ്പാ. ഹല്ലേലൂയ. പഴയ മനുഷ്യൻ്റെ രാഗമോഹങ്ങൾ, അവൻ്റെ സ്വഭാവങ്ങൾ, ഞങ്ങളെ അതിനെ മരിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.